ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക സമാധാന ചർച്ചകൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിനെ ഫോണിൽ വിളിച്ചത് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായതായി ഇറാൻ. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന 21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ധാരണയാകാതെ ജെ.ഡി. വാൻസും സംഘവും മടങ്ങിയതിനു പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയുടെ ആരോപണം. നെതന്യാഹുവിന്റെ ഇടപെടലോടെ അമേരിക്കയുടെ ശ്രദ്ധ ഇസ്രായേൽ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലായി. യുദ്ധത്തിലൂടെ നേടാൻ കഴിയാത്തത് ചർച്ചയിലൂടെ നേടിയെടുക്കാനാണ് അമേരിക്ക ശ്രമിച്ചതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ ഇറാൻ തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് പങ്കെടുത്തതെന്ന് അരാക്ചി വ്യക്തമാക്കി. എന്നാൽ ചർച്ചകൾക്ക് ശേഷം വാൻസ് നടത്തിയ പത്രസമ്മേളനം അനാവശ്യമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ താൽപര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. അതേസമയം നെതന്യാഹു വാൻസിനെ വിളിച്ചെന്ന ആരോപണത്തിൽ അമേരിക്ക ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നിലവിൽ പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ ഇനി 9 ദിവസം മാത്രമേയുള്ളൂ. ഇസ്ലാമാബാദിൽ അമേരിക്ക മുന്നോട്ടുവെച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയാത്തവയാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്നും നിലവിലുള്ള യുറേനിയം ശേഖരം കൈമാറണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. ഇത് അമേരിക്കയുടെ അവസാനത്തെയും മികച്ചതുമായ വാഗ്ദാനമാണെന്ന് വാൻസ് വ്യക്തമാക്കിയെങ്കിലും ഇറാൻ അത് നിരസിക്കുകയായിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുൻപ് ബാരലിന് $119 ആയിരുന്ന ബ്രന്റ് ക്രൂഡ് ഓയിൽ വില നയതന്ത്ര ചർച്ചകളെ തുടർന്ന് $95 താഴ്ന്നിരുന്നു. എന്നാൽ പുതിയ സംഭവ വികാസങ്ങളോടെ വില വീണ്ടും $100 മുകളിലേക്ക് ഉയരുമെന്നാണ് സൂചന. നിലവിലെ പ്രതിസന്ധി അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്കിടയിലും ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തിയോ ഭൂമിയോ വിട്ടുനൽകില്ലെന്ന് സ്പെയിനും ഇറ്റലിയും പരസ്യമായി പ്രഖ്യാപിച്ചു. ഇറാന്റെ കാര്യത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടുകളോട് സഹകരിക്കാൻ പല നാറ്റോ രാജ്യങ്ങളും തയ്യാറാകുന്നില്ല. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ ശുഭാപ്തി വിശ്വാസത്തോടെ പരമാവധി ശ്രമിച്ചെങ്കിലും തങ്ങളുമായി സഹകരിക്കുന്നതിൽ യുഎസ് പ്രതിനിധി സംഘം പരാജയപ്പെട്ടെന്ന് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ് പറഞ്ഞു. സമാധാനപരമായി മുന്നോട്ടു പോകാൻ തങ്ങൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും ഇറാനെ അവിശ്വസിക്കുകയായിരുന്നു അമേരിക്കയെന്നും ഗാലിബാഫ് പ്രതികരിച്ചു. ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ടതിനു ശേഷം എക്സ്പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സമാധാനപരമായി മുന്നോട്ടു പോകുന്നതിനായുള്ള ഏത് നിർദ്ദേശവും അംഗീകരിക്കാൻ തയ്യാറാണെന്ന കാര്യം ഞാൻ നേരത്തെ ഊന്നിപ്പറഞ്ഞിരുന്നു. യുഎസിൽ നിന്ന് മുൻപ് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങൾ കാരണം അവരെ കണ്ണടച്ച് വിശ്വസിക്കാനും ഞങ്ങൾ ഒരുക്കമല്ലായിരുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രതിനിധി സംഘം വളരെ പ്രതീക്ഷയോടെയാണ് ചർച്ചയെ സമീപിച്ചതും പ്രതികരണങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലുമായി ചേർന്ന് യുഎസ് ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധം അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് കടന്നതോടെ വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഏറ്റവും മികച്ച വാഗ്ദാനം മുന്നോട്ട് വെച്ചെങ്കിലും ഇറാൻ സ്വീകരിച്ചില്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് ചർച്ചാവേദിയിൽ നിന്ന് വ്യക്തമാക്കി. ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി ചർച്ച തുടങ്ങണമെന്നാണ് ഇറാന്റെ നിലപാട്. സമാധാന കരാർ വരാതെ ഹോർമൂസ് തുറക്കാൻ കഴിയില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. ഹോർമൂസ് കപ്പൽ പാതയ്ക്ക് മേൽ നിയന്ത്രണം തുടരുമെന്നും കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തുമെന്നും ഇറാൻ അറിയിച്ചെങ്കിലും അമേരിക്ക എതിർപ്പ് പ്രകടിപ്പിച്ചു. ലെബനൻ യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ കൈമാറുക എന്നീ വിഷയങ്ങളിൽ അമേരിക്ക അനുഭാവ നിലപാട് സ്വീകരിക്കും. യുറേനിയം സമ്പുഷ്ടീകരണം, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഉൾപ്പെടെ നിർണായക വിഷയങ്ങളിലും ഭിന്നത തുടരുകയാണ്. 3 വട്ട ചർച്ചയ്ക്ക് ശേഷം ഇരുകൂട്ടരും ഉപാധികൾ രേഖാമൂലം കൈമാറി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.